എന്നെ അറിയത്തില്ല, എന്നെ തനി സ്വഭാവം അറിയത്തില്ല. കൊടങ്ങാളെ പണ്ട് ഞാൻ ജീവിച്ച രീതിക്കാണെങ്കിൽ ഞാൻ പിടിച്ച് കിടത്തിയിട്ട് രണ്ട് കൈയും പിടിച്ച് അകത്തി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വലിച്ചു കയറും. എന്നിട്ട് കൈഞ്ഞോട്ട് പിടിച്ചിട്ട് ചന്ന പിന്നെ ഓടിക്കും. അയാളുടെ വാപ്പണയ്ക്കുന്ന കുടലുമാല കുറച്ചെടുത്ത് ചന്ന പിന്നെ നോക്കി ചോരയിൽ മുക്കി ഞാൻ എറി. വേണ്ട നോക്കുമ്പോ വഴിയെ പോയാലും അയ്യത്തൂടെ പോയാലും എല്ലാത്തിനും റൊണാൾഡോ നെഞ്ചത്ത്. എന്തിനാ ഞാൻ തന്നെ ചിരിച്ചു കിടക്കുന്നേ? എന്നോട് എന്റെ പെങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്താടാ റൊണാൾഡേ? നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എന്താടാ റൊണാൾഡേ? ആ വീട്ടിലെ ഗൃഹനാഥൻ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ ഗൃഹനാഥൻ മോശമായിട്ട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണോ? ശ്വാസം പോലും ഇട്ടിട്ടില്ല. ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യും? നിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞു. തങ്കൻ ചേട്ടത്തിയാണ് ആ സിറ്റുവേഷനെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നീ എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിന്റെ വായിക്കാത്ത എന്താ കൊഴുക്കട്ട കയറിയിരിക്കുവായിരുന്നോ? നല്ല 4 വർത്താനം പറയാൻ ഞാൻ എന്താ ഒരു കാരണമില്ലാതെ ഒരാളെ എന്തിനു ചീത്ത പറയുന്നത്? ആണ് പറയാമല്ലോ, ഒരു കുഴപ്പമില്ല, പറയണം. ആരാണെങ്കിലും പറയാമല്ലോ. ആരാണെങ്കിലും പറയാം. ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ മോന്തിക്കിട്ടൊരെണ്ണം കൊടുത്തിട്ടേ പോലും. എങ്കിൽ ചെന്ന് പുന്നാരാങ്ങളെടുത്ത് പറ, ആവശ്യമില്ലാതെ എൻ്റെ ഓടൊപ്പം തന്നെ മുകളിൽ വെച്ച് കാരണം പോലും പറയാതെ എന്നോട് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ ഇതായിരിക്കും ആങ്ങളുടെ അവസ്ഥ. കനകനാണ് ഈ കിടക്കുന്നത്. അതെ, കനകന്റെ ഓരോ ശരീരമാണ്. തല, വൻകുടല്, കിഡ്നി, കമ്മിണി, മൂത്രസഞ്ചി, ഇതേപോലെ ഞാൻ പിച്ച് പറിച്ചിടും.